വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡല്ലേ, അങ്ങനെ ശ്രീരഞ്ജിനിയോട് പുറത്തു നിന്ന് അർജുൻ സംസാരിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന്. അന്നേരം നുണ പരിശോധനയിൽ നമ്മൾ പരാജയപ്പെട്ടു, അവൾ വിജയിച്ചു, എന്താണ് സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇനി മിഷൻ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം രാവിലെ കൂടി ചെക്ക് ചെയ്തതാണ്, ഡോക്ടറും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ആകെ നിസ്സഹായനായിട്ട് പിന്നെ അർജുൻ നിൽക്കുകയാണ്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നല്ലേ പറയുന്നത്. പക്ഷേ സുസ്മിതയുടെ കാര്യത്തിൽ അതും പരാജയപ്പെട്ടു. ഇനി എന്താണ് വഴിയെന്നൊക്കെ അവർ തങ്ങളിൽ പരസ്പരം സംസാരിച്ച് നിൽക്കുകയാണ്. ഇതേസമയം വീണ്ടും ഓഫീസ് റൂമിലേക്ക് വെള്ളം കുടിക്കാൻ പോവുകയാണ് സുസ്മിത. വെള്ളമൊക്കെ കുടിച്ച ശേഷം തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ ആ തറയിൽ കിടക്കുന്ന മരുന്നിൻ്റെ സ്ട്രിപ്പ് കാണുകയാണ്. തുടർന്ന് അതെടുത്ത ശേഷം, കൊള്ളാലോ ഈ ഗുളിക, ശാലിനി നിന്നെ തോൽപ്പിക്കാനായിട്ട് എനിക്ക് 2 ടാബ്ലറ്റ് മതി, സുസ്മിത വീണ്ടും നീ വീണ്ടും ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മരുന്ന് എൻ്റെ ആ കവർ ഇങ്ങനെ കൈ പിടിക്കുകയാണ്. ഇത് ഇരിക്കട്ടെ, ഫാമൻ്റിയുടെ വീട്ടിൽ പോയാൽ ചിലപ്പോൾ ആവശ്യം വരുമ്പോൾ മരുന്നിൻ്റെ പേര് മറന്നു പോകണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സുസ്മിത ഇങ്ങനെ തിരിയാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് സുസ്മിതയ്ക്ക് തല കറങ്ങുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് തലയിൽ ഇങ്ങനെ കൈയൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ തോന്നുന്നതായി ടെൻഷൻ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നടക്കാനായിട്ട് തുടങ്ങുമ്പോൾ സുസ്മിതയ്ക്ക് ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല. സുസ്മിത കസേരയിൽ പിടിച്ചിറുക്കി നിൽക്കുകയാണ്. തല കറങ്ങുന്നു, ഇതേ കണ്ണിൻ്റെ കാഴ്ച അങ്ങ് മങ്ങുന്നു എന്നും പറഞ്ഞ് പെട്ടെന്ന് ആകെ തല കറങ്ങി സുസ്മിത അങ്ങ് ബോധം കെട്ട് തറയിലേക്ക് വീഴുന്നുണ്ട്. തുടർന്ന് വീണ്ടും അർജുൻ തൻ്റെ നിസ്സഹായാവസ്ഥയും ഒന്നുകൂടെ പരിശോധനയുടെ കാര്യമൊക്കെ ശ്രീരഞ്ജിനുമായിട്ട് സംസാരിക്കുകയാണ്. അന്നേരം ഇനി നാർക്കോ ടെസ്റ്റിനും ഒരു സാധ്യതയും ഇല്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഒരു വക്കീൽ എന്ന നിലയിൽ എന്നേക്കാൾ നന്നായിട്ട് അർജുനെ അറിയാമല്ലോ, ഇനി അതൊന്നും വില പോകില്ല, നമ്മുടെ മുന്നിൽ നിയമത്തിൻ്റെ എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ പ്രീതിയുടെ അവസ്ഥയൊക്കെ അർജുൻ പറയുകയാണ്. അതിനുശേഷം പഞ്ചവിലാസത്തിലെ യാത്രയ്ക്ക് ശേഷം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ പോലും പറ്റാതെ, ഒരു കൺപോള പോലും അനക്കാൻ പറ്റാതെ എൻ്റെ പ്രീതി അവിടെ കിടക്കുകയാണ്, എന്തൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കോൺസ്റ്റബിൾ വന്ന് പറയുന്നത്, മാഡം സുസ്മിത അവിടെ ബോധം കെട്ട് കിടക്കുന്നു. അന്നേരം ഒന്ന് അന്തം പെടുന്ന ശ്രീരഞ്ജിനി അർജുനെയും കൂട്ടിയിട്ട് സുസ്മിതയുടെ ആ കിടക്കുന്ന റൂമിലേക്ക് വരികയാണ്. തുടർന്ന് ഒരു കോൺസ്റ്റബിൾ സുസ്മിത ഇങ്ങനെ തട്ടി വിളിക്കുകയാണ്, സുസ്മിത എന്ന്. അന്നേരം അവിടേക്ക് ചന്ദ്രബോസും ആ ഡോക്ടറും സിസ്റ്ററും ഒക്കെ എത്തിക്കഴിഞ്ഞിരുന്നു. അന്നേരം എടുത്ത് കസേരയിലേക്ക് ഇരുത്തുമെന്ന് പറയുമ്പോൾ സിസ്റ്ററും കോൺസ്റ്റബിളും ചേർന്ന് കസേരയിലേക്ക് ഇരുത്തുകയാണ്. തുടർന്ന് ഡോക്ടർ പരിശോധിക്കുകയാണ്. തുടർന്ന് പരിശോധിച്ച ശേഷം ഡോക്ടർ പറയുന്നുണ്ട്, ഈ കുട്ടിക്ക് എന്തെങ്കിലും അസുഖം ഉള്ളതാണോ, പ്രഷർ, ഷുഗർ അങ്ങനെ എന്തെങ്കിലും എന്ന്. അന്നേരം അങ്ങനെ ഒന്നും ഉള്ളതായിട്ട് അറിയില്ല എന്ന് പിന്നെ അർജുൻ പറയുകയാണ്. അന്നേരം അങ്ങോട്ട് മാറി നിൽക്കെന്നും പറഞ്ഞ് സിസ്റ്ററിനെയും ആ കോൺസ്റ്റബിളിലേക്ക് തള്ളി മാറ്റിയിട്ട് സുസ്മിതയെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചന്ദ്രബോസ്. അന്നേരം ഇതാകെ കുഴപ്പമാകുമല്ലോ, ഡോക്ടർ പരിശോധിച്ചാൽ മെഡിസിൻ കഴിച്ച കാര്യം അറിയുമല്ലോ, ഞാനും കൂടി പെട്ടത് തന്നെയെന്നും പറഞ്ഞ് ആകെ വിഷമത്തിൽ ചന്ദ്രബോസ് നിൽക്കുകയാണ്. തുടർന്ന് പിന്നെ ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, ഹാർട്ട് ബീറ്റും പൾസ് റേറ്റും ഒക്കെ താന്നിരിക്കുന്നു, എന്താണെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചന്ദ്രബോസ് പറയുകയാണ്, എന്താ കാരണം, സ്ട്രെസ്സ് തന്നെയാണ് കാരണം, നിരപരാധിയെ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കില്ലേ എന്ന്. അന്നേരം ശ്രീരഞ്ജിനി ഇങ്ങനെ ഉഴപ്പിച്ച് ചന്ദ്രബോസിനെ നോക്കുകയാണ്. അന്നേരം സത്യം പറഞ്ഞതാണ് മാഡം എന്ന് ചന്ദ്രബോസ് പറയുന്നുണ്ട്. അന്നേരം അർജുൻ ചോദിക്കുകയാണ്, സുസ്മിത പിന്നെ പറഞ്ഞതൊക്കെ നുണയല്ല, സത്യമാണെന്നല്ലേ തെളിഞ്ഞത്, അപ്പോൾ പിന്നെ സന്തോഷിക്കുകയല്ലേ വേണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സന്തോഷം കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് വെപ്രാളപ്പെട്ട് ചന്ദ്രബോസ് പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഈ യൂണിഫോം ഇട്ടുകൊണ്ട് മണ്ടത്തരം പറയല്ലേ സാറേ എന്ന്. അന്നേരം ഒന്നങ്ങ് വല്ലാതാവുകയാണ് ചന്ദ്രബോസ്. അന്നേരമാണ് സുസ്മിതയുടെ കയ്യിലിരിക്കുന്ന മരുന്നിൻ്റെ സ്ട്രിപ്പ് അർജുൻ കാണുന്നത്. എക്സ്ക്യൂസ് മീ മാഡം എന്ന് പറഞ്ഞ് ശ്രീരഞ്ജിനിയോട് അനുവാദം ചോദിച്ചിട്ട് ആ ഗുളികയുടെ കവർ ഇങ്ങനെ അർജുൻ കയ്യിലെടുക്കുമ്പോൾ പെട്ടെന്ന് ചന്ദ്രബോസ് കാണുകയാണ്. അന്നേരം അതിങ്ങ് തന്നേന്നും പറഞ്ഞ്, ഇയാളെയൊക്കെ ആരാ ഇങ്ങോട്ട് കയറ്റി വിട്ടത്, അങ്ങോട്ട് മാറി നിൽക്കണോ എന്ന് പറയുമ്പോൾ, ഒന്ന് മാറി നിൽക്കണം മിസ്റ്റർ എന്ന് പറഞ്ഞ് അർജുൻ അങ്ങ് ചന്ദ്രബോസിനെ തടുക്കുകയാണ്. അന്നേരം നിങ്ങൾക്ക് ഇവിടെ കയറി വരാൻ എന്താ അവകാശം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, എനിക്ക് അവകാശമുണ്ട്, എനിക്ക് അവകാശം തന്നത് സ്റ്റേറ്റ് ആണ്, അതായത് ഈ പോലീസിൽ ഈ കേസ് അന്വേഷണത്തിൽ പോലീസിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും പ്രത്യേക അന്വേഷണ വിഭാഗത്തിന്റെ കൂടെ ചുമതല ഏൽക്കുകയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഞാനാണ് എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രബോസ് അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ്. അന്നേരം അത് ഇനി കണ്ടുപിടിക്കുക എന്നുള്ള ചിന്തയിൽ നിൽക്കുമ്പോഴും ചന്ദ്രബോസ് അങ്ങ് പിന്നീട് ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം ഞാനൊരു വക്കീലാണ്, പിന്നെ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടാൽ കേസിൻ്റെ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരിക എന്നുള്ളതാണ് ഒരു സർക്കിളിൻ്റെ ഉത്തരവാദിത്തം. കൈകെട്ടി നിൽക്കാൻ പറഞ്ഞാൽ കൈകെട്ടി നിൽക്കണം, മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കണം, അങ്ങോട്ട് മാറി നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രബോസിന് ഉത്തരവില്ല. അന്നേരം ചന്ദ്രബോസ് കടിച്ചു പിടിക്കുമ്പോൾ ഹിയർ ഓൺ വേർഡ്സ് കോൾ മീ സാർ എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് ആകെപ്പെട്ടു. അന്നേരം ഒന്ന് സല്യൂട്ട് അടിച്ച പോലെ നിന്നിട്ട് സാർ, യെസ് സാർ എന്നിങ്ങനെ അർജുനോട് ചന്ദ്രബോസ് പറയുകയാണ്. എൻ്റെ കക്ഷിയുടെ ആവശ്യത്തിന് വേണ്ടി എനിക്ക് എവിടെയും കയറി വരാം, ഞാൻ ആരാണെന്ന് മനസ്സിലായല്ലോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് അങ്ങ് തല ഒന്നിച്ച് നിൽക്കുകയാണ്.
തുടർന്ന് ആ മരുന്നിൻ്റെ പേര് വെച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ് അർജുൻ ശങ്കർ. അന്നേരം എന്താ അർജുൻ ചോദിക്കുമ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അത് സെർച്ച് ചെയ്ത് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം ഡോക്ടറുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഈ മെഡിസിൻ എന്തിനാണുള്ളതെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കണം ഡോക്ടർ എന്ന് പറയുകയാണ്. അന്നേരം ഇതൊരു റെയർ മെഡിസിനാണ്, ഇന്ത്യയിൽ ഇത് നിരോധിച്ചതാണ്, വിദേശത്ത് നിന്ന് വരുത്തിയതാവാനാണ് സാധ്യത, ഇത് സൈഡ് എഫക്റ്റ് ഉള്ളത് കൊണ്ട് ഇവിടെ അങ്ങനെ ഉപയോഗിക്കാറില്ല എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും കൂടി മനസ്സിലാകുന്ന രീതിക്ക് പറയുമെന്ന് അർജുൻ പറയുകയാണ്. അന്നേരം നന്നായിട്ട് വിയർക്കുകയാണ് ചന്ദ്രബോസ്. ഇവള് ഓവർഡോസ് കഴിച്ചതിനാലാണ് ഇങ്ങനെ ബോധം കെട്ട് വീണത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഞാനും പെട്ടു എന്നും പറഞ്ഞ് ചന്ദ്രബോസ് നിൽക്കുകയാണ്. തുടർന്ന് പിന്നെ ഡോക്ടർ ശ്രീരഞ്ജിനിയോടും എല്ലാവരോടുമായിട്ട് പറയുകയാണ് ഹാർട്ട് ബീറ്റും പൾസ് ബീറ്റും ഒക്കെ കുറയ്ക്കാനുള്ള, നോർമലാക്കി നിർത്താനുള്ള ഒരു മെഡിസിനാണ്. ഇത് കഴിക്കുന്നത് കൊണ്ട് ഓവർഡോസ് ഒക്കെ കഴിച്ചാൽ ചിലപ്പോൾ ആന്തരിക അവയവങ്ങളെ ബാധിക്കും എന്നൊക്കെ പറയുമ്പോൾ അർജുൻ പറയുകയാണ് നോട്ട് ദിസ് പോയിന്റ് മാഡം എന്ന്. അന്നേരം ശ്രീരഞ്ജിനി അത് വാങ്ങി നോക്കിയ ശേഷം പറയുകയാണ് അപ്പോൾ ഈ മെഡിസിൻ കഴിച്ചത് കൊണ്ടാണ് സുസ്മിതയുടെ ഹാർട്ട് ബീറ്റും പൾസ് റേറ്റും ഒക്കെ നോർമലായിട്ട് നിന്നത്, അപ്പോൾ ഇവിടെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അർജുൻ പറയുകയാണ് മനുഷ്യനെ മാത്രമല്ല, സമൂഹത്തെ മാത്രമല്ല, മിഷനെ പോലും ചതിച്ച ഇവളെ ഇനി എന്ത് ചെയ്യണമെന്ന് മാഡത്തിന് തന്നെ തീരുമാനിക്കാമെന്ന് അർജുൻ പറയുകയാണ്. ഇതേ സമയം സുസ്മിതയ്ക്ക് ബോധം തെളിയുകയാണ്. പതുക്കെ കണ്ണൊക്കെ തുറക്കുന്ന സുസ്മിത ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് ചാടിയും എഴുന്നേൽക്കുകയാണ്. എന്താ എല്ലാവരും ഇവിടെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും നോക്കിയിട്ട് അപ്പോൾ എനിക്ക് പോകാമല്ലോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ, വാ ചിറ്റപ്പ പോകാമെന്നും പറഞ്ഞ് ചന്ദ്രബോസിൻ്റെ കൈയും പിടിച്ച് സുസ്മിത ഇങ്ങനെ നടക്കാൻ തുടങ്ങുമ്പോൾ ശ്രീരഞ്ജിനി തടഞ്ഞു നിർത്തുകയാണ്. വീട്ടിലേക്കല്ല പോകുന്ന സുസ്മിതയെ, നിന്റെ തറവാട്ട് വീട്ടിലേക്കാണ് പോകുന്നതെന്ന്. അന്നേരമേ മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം, പിന്നെ നിന്റെ തറവാട്ട് വീട്ടിലേക്ക്, സെൻട്രൽ ജയിലിലേക്ക്, അതിനുള്ള വഴിയൊക്കെ ഞാൻ തെളിയിച്ചു തരാമെന്ന് പറയുമ്പോൾ ആകെ അന്തം വിട്ട് വെപ്രാളപ്പെട്ട് സുസ്മിത നിൽക്കുകയാണ്. ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞല്ലോ, പിന്നെന്താ ഇനി എന്നൊക്കെ ചോദിക്കുമ്പോൾ നിന്റെ നിരപരാധിത്വത്തിനുള്ള തെളിവ് ദാ എന്നും പറഞ്ഞ് ആ മരുന്നിൻ്റെ സ്ട്രിപ്പ് ഇങ്ങനെ ഉയർത്തി കാണിക്കുമ്പോൾ അങ്ങ് കുഴഞ്ഞു പെട്ട് നിൽക്കുകയാണ് സുസ്മിത. അന്നേരം ഇതെന്നും പറഞ്ഞ് സുസ്മിത ആണെങ്കിൽ ആ മരുന്ന് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അതങ്ങ് കൈക്കുള്ളിൽ ഒതുക്കുകയാണ് ശ്രീരഞ്ജിനി. പിന്നെ ഇവിടെ ഓവർഡോസ് മരുന്ന് കഴിച്ചിട്ട് നീ ഇവിടെ ബോധം കെട്ട് വീഴുമ്പോൾ അതിനുള്ള തെളിവ് നിന്റെ കൈക്കുള്ളിൽ തന്നെ കൊരുത്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് ഞാൻ കഴിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്, ഇത് തലവേദനയ്ക്കുള്ള മരുന്നല്ലേ ഞാൻ ചോദിക്കുകയാണ്. അന്നേരം ഇത് ഞങ്ങളോടാണോ ചോദിക്കുന്നതെന്ന് ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്. അന്നേരം അങ്ങ് ആകെ ഒരു അക്ഷരം മിണ്ടാനാവാതെ ചന്ദ്രബോസ് നിൽക്കുന്നുണ്ട്. അർജുനാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് കലിപ്പ് മോഡലങ്ങ് നിൽക്കുകയാണ്. അന്നേരം ഇത് തലവേദനയ്ക്കുള്ളത് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണെന്നും സുസ്മിത പറയുകയാണ്. അന്നേരം ഏത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ചോദിക്കുമ്പോൾ അത് കുറച്ച് ദിവസം മുന്നേ ആണ് എന്നിങ്ങനെ സുസ്മിത പറയുന്നുണ്ട്. കുറച്ച് ദിവസം മുന്നേ ആയാലും മെഡിക്കൽ ഷോപ്പ് അവിടെ തന്നെ കാണുമല്ലോ, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ കാറിലിരുന്നപ്പോൾ ഡ്രൈവറാണ് വാങ്ങിക്കൊണ്ട് തന്നതെന്ന് സുസ്മിത വീണ്ടും നുണ പറയുകയാണ്. എന്നാൽ ഡ്രൈവറെ വിളിപ്പിക്കാം, പിന്നെ ഇന്ത്യയിൽ നിരോധിച്ച ഈ മെഡിസിൻ നിന്റെ ഡ്രൈവർ ഏത് ഫ്ലൈറ്റ് പിടിച്ചാണ് പോയി വാങ്ങിച്ചതെന്ന് കണ്ടുപിടിക്കണമല്ലോ എന്ന് പറയുമ്പോൾ വീണ്ടും സുസ്മിത പെട്ടു. പിന്നെ ഒരക്ഷരം മിണ്ടാനാകുന്നില്ല. അന്നേരം ചന്ദ്രബോസ് ആണെങ്കിൽ അടുത്ത അടവ് പ്രയോഗിക്കുകയാണ്. സുസ്മിതയുടെ മുടിക്ക് അങ്ങ് ചുറ്റി പിടിക്കുന്നുണ്ട്. സത്യം പറയടി, ഇവളെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കാം മാഡം, ഇത് എൻ്റെ സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട കേസല്ലേ, ഇങ്ങനെ ഒരു അക്രമം ഇവിടെ കാണിക്കുമ്പോൾ ഞാനത് കണ്ടുകൊണ്ട് നിൽക്കില്ല, ഇവളെ കൊണ്ട് എല്ലാം ഞാൻ ഛർദ്ദിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് മുടിക്ക് അങ്ങ് കുത്തിപ്പിടിക്കുകയാണ്. അന്നേരം എനിക്ക് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സുസ്മിത നിലവിളിക്കുന്നുണ്ട്. അന്നേരം ശ്രീരഞ്ജിനി ഇങ്ങനെ തറപ്പിച്ച് ചന്ദ്രബോസിനെ നോക്കുകയാണ്. പക്ഷെ ചന്ദ്രബോസ് അങ്ങ് കട്ടങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് സുസ്മിതയും പിടിച്ചുകൊണ്ടങ്ങ് പുറത്തേക്ക് വരികയാണ്. തുടർന്ന് പുറത്തേക്ക് ഇങ്ങനെ സുസ്മിതയെ കൊണ്ടുവരുമ്പോൾ എനിക്ക് വേദനിക്കുന്നു ചിറ്റപ്പ എന്നൊക്കെ സുസ്മിത വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഏത് ചിറ്റപ്പൻ, അങ്ങോട്ട് കേറടി എന്നും പറഞ്ഞ് ജീപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ സുസ്മിതയെ കൊണ്ടുവന്ന് തള്ളുകയാണ്. അത് സുസ്മിത ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്, എന്താണ് സംഭവിക്കുന്നതെന്ന്. അന്നേരം അകത്തു നിന്നും ശ്രീരഞ്ജിനി ഇറങ്ങിയതിന് ശേഷം 1 മിനിറ്റ് ചന്ദ്രബോസ് എന്ന് പറയുകയാണ്. അന്നേരം എന്താ മാഡം ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ രീതിയിലാണോ സുസ്മിതയെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്, സത്യങ്ങളൊക്കെ പറയിപ്പിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ, ഇങ്ങനെ തന്നെയാണ്, ഇവളൊന്നും കരുണ അർഹിക്കുന്നില്ല, ഇവർക്കൊക്കെ ശിക്ഷ തന്നെ കിട്ടണം എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രബോസിൻ്റെ ചേട്ടൻ്റെ മോളാണ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരുത്തി ഇല്ല, ഇവള് ചത്തെന്ന് കരുതിക്കോളാം, കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞാൽ ചന്ദ്രബോസ് ദേഷ്യപ്പെടുകയാണ്. സുസ്മിതയെ അന്തം വിട്ട് നിൽക്കുകയാണ്, ചിറ്റപ്പൻ എന്താണ് പറയുന്നത് എന്നുള്ള ഉദ്ദേശത്തിൽ. പക്ഷേ ചന്ദ്രബോസ് സുസ്മിതയെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടെ കൊണ്ടുപോകുന്നത്. അന്നേരം ചന്ദ്രബോസിനോട് പറയുന്നുണ്ട്, ചന്ദ്രബോസിൻ്റെ നിയന്ത്രണത്തിലാണ്, കസ്റ്റഡിയിലാണ് സുസ്മിത, അപ്പോൾ ഇവൾക്ക് എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വം ചന്ദ്രബോസിനായിരിക്കും എന്ന് പറയുകയാണ്. അന്നേരം ഇവളെ കൊന്നിട്ട് ജയിലിൽ പോകേണ്ടി വന്നാലും ഐ ഡോണ്ട് കെയർ
FIR, ഞാൻ ശിക്ഷ നടപ്പിലാക്കും, സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞങ്ങ് വാദിക്കുകയാണ് ചന്ദ്രബോസ്. തുടർന്ന് ചന്ദ്രബോസിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ശ്രീരഞ്ജിനി ചോദിക്കുകയാണ് സുസ്മിതയോട്, ചിറ്റപ്പൻ മുടിക്ക് കുത്തിപ്പിടിച്ചപ്പോൾ നിനക്ക് വേദനിച്ചോ എന്ന്. അന്നേരം ഇല്ല എന്നിങ്ങനെ സുസ്മിത പറയുമ്പോൾ ആകെ കലി പൂണ്ട ശ്രീരഞ്ജിനി ആണെങ്കിൽ സുസ്മിതയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് അങ്ങ് 5-6 വട്ടം ചുറ്റിക്കുകയാണ്. സുസ്മിത അങ്ങ് വേദന കൊണ്ട് നിലവിളിക്കുകയാണ്. അന്നേരം 1-2 വട്ടമൊക്കെ ചുറ്റിച്ചിട്ട് അങ്ങ് തറയിലേക്കങ്ങ് മണ്ണിലേക്കങ്ങ് സുസ്മിത ഇങ്ങനെ വലിച്ച് എറിയുകയാണ്. അന്നേരം സുസ്മിത അങ്ങ് മണ്ണിലേക്ക് വീണങ്ങ് വേദന ഉണ്ട്, മുടിയും വേദനിക്കുന്നുണ്ട്, കൈയും ഇടിച്ച് വീണു, കാലും ഒക്കെ ആയിട്ട് സുസ്മിത ആകെ വേദനിച്ച് കിടക്കുകയാണ്. അന്നേരം അയ്യോ മോളെ മാഡം എന്നൊക്കെ ഈ ചന്ദ്രബോസ് വിളിക്കുന്നുണ്ട്. തുടർന്ന് വേദനിച്ചോടിയെന്ന് ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്. അന്നേരം കയ്യിലെ മണ്ണൊക്കെ ഇങ്ങനെ തട്ടി കളഞ്ഞിട്ട് കൊല്ലല്ലേ മാഡം എന്ന് പറയുകയാണ്. തുടർന്ന് വീണ്ടും ശ്രീരഞ്ജിനി ഇങ്ങനെ പിടിച്ചങ്ങ് വലിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അന്നേരം ചന്ദ്രബോസ് അങ്ങ് ഇടയ്ക്ക് കയറുകയാണ്, മാഡം ഒന്നും ചെയ്യല്ലേ, ഇങ്ങനെയൊന്നും പെരുമാറരുത്, എന്തെങ്കിലും ചത്തങ്ങാനും പോയാലും ഞാൻ ഉത്തരവാദിത്തം പറയണമെന്ന്. അന്നേരം ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്, എന്ത് സംഭവിച്ചാലും ചന്ദ്രബോസ് ഉത്തരവാദിത്തം പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടല്ലേ എന്ന്. ഇവള് പോലീസുകാരുടെ കയ്യിലെ ചൂടറിയണം, എങ്കിലേ ഇവള് നന്നാവുകയുള്ളൂ, ഇവളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുകയാണ്. അന്നേരം ചന്ദ്രബോസ് ഇങ്ങനെ ആകെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്യണം, FIR എഴുതണം, പിന്നെ വകുപ്പുകളൊക്കെ എഴുതി ചേർക്കുമ്പോൾ അത് ചന്ദ്രബോസിന് ഇഷ്ടപ്പെട്ട വകുപ്പുകളല്ല ചേർക്കേണ്ടത്, എൻ്റെ ഓഫീസിൽ നിന്നും വിളിച്ചു പറയും ഏതൊക്കെ വകുപ്പുകളാണെന്ന്, അതൊക്കെ കൂട്ടിച്ചേർത്തങ്ങ് തയ്യാറാക്കിക്കൊള്ളണം. പിന്നെ ഇന്നലത്തെ അത്താഴം ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇന്നത്തെ അത്താഴം ചന്ദ്രബോസിന് കൊടുക്കാൻ വേണ്ടി ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതാണ്. പിന്നെ കുടുംബത്തിന് കൊള്ളാത്തവളൊന്നും അല്ല ഇവള്, 1-2 ജീവപര്യന്തമൊക്കെ കഴിയുമ്പോൾ നന്നായിക്കോളും, പിന്നെ നാളെ തന്നെ കോടതിയിൽ ഹാജരാക്കണം എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രബോസിന് അത് അനുസരിക്കുകയേ നിവർത്തിയുള്ളൂ. സുസ്മിതയ്ക്കൊന്നും പറയാൻ കഴിയുന്നില്ല, പക്ഷെ അർജുൻ അങ്ങ് സന്തോഷമാകുകയാണ്. തുടർന്ന് കൊണ്ടുവയ്ക്കുമോ എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി സുസ്മിതയുടെ കൈക്ക് പിടിച്ച് ചന്ദ്രബോസിന്റെ അടുത്തേക്ക് അങ്ങ് നീക്കി കൊടുക്കുകയാണ്. അന്നേരം പിടിച്ച് കയറ്റടോ ഇവളെന്നും പറഞ്ഞ് കോൺസ്റ്റബിളിനോട് പറയുകയാണ്. തുടർന്ന് കോൺസ്റ്റബിൾ ജീപ്പിലേക്ക് സുസ്മിതയെ പിടിച്ച് കയറ്റുന്നുണ്ട്. ചന്ദ്രബോസ് ആകെ കലിപ്പിലാണ്, വണ്ടി എടുക്കടോ എന്നൊക്കെ അങ്ങ് ഡ്രൈവറോട് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. തുടർന്ന് സുസ്മിതയും കൊണ്ട് അവരവിടെ നിന്നും പോവുകയാണ്. തുടർന്ന് അർജുൻ ശ്രീരഞ്ജിനിയോട് പറയുന്നുണ്ട്, മാഡം ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കി വെക്കുകയാണെന്ന്. അന്നേരം അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ, സത്യം ഞാൻ പുറത്ത് കൊണ്ടുവരും എന്നൊക്കെ പറയുമ്പോൾ മാഡമാണ് യഥാർത്ഥ പോലീസ് ഓഫീസർ, എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് എന്നൊക്കെ പറഞ്ഞൊരു സല്യൂട്ടൊക്കെ കൊടുക്കുകയാണ്. അന്നേരം അത്രയ്ക്കൊന്നും എന്നെ അങ്ങോട്ട് പുകഴ്ത്തണ്ട എന്നൊക്കെ പറയുമ്പോൾ, മാഡം ഈ നാടിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്, എൻ്റെ പഞ്ചകൈലാസത്തിൽ നടന്ന സത്യങ്ങൾ, എൻ്റെ പ്രീതിയുടെ തൊണ്ടക്കുരുക്കിൽ കിടക്കുന്ന സത്യങ്ങൾ ഒക്കെ പുറത്ത് കൊണ്ടുവരിക തന്നെ വേണം എന്നൊക്കെ പറയുമ്പോൾ, ഷുവർ ഞാൻ അതിന് തീർച്ചയായും ശ്രമിക്കുമെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൈകൊടുത്ത് പിരിയുകയാണ്. ഇതേസമയം ശാരികയും കൊണ്ട് ശാരദാമ്മ കുടുംബശ്രീ വീട്ടിലേക്ക് എത്തുകയാണ്. ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ശാരികയെ ശ്യാമ. എന്നിട്ട് സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുകയാണ്. അതൊക്കെ കണ്ട് ശാരദാമ്മ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. അന്നേരം നീ എന്നെ പിടിക്കുകയൊന്നും വേണ്ട, എനിക്ക് കണ്ണൊക്കെ നന്നായിട്ട് കാണാമെന്ന് ശാരിക പറയുന്നുണ്ട്. അന്നേരം എന്നാലും ഞാൻ എൻ്റെ വല്യേച്ചിയുടെ കയ്യിലൊന്ന് പിടിച്ചോട്ടെ, വാ എന്തൊക്കെയാ വിശേഷങ്ങൾ, കാഴ്ച കിട്ടിയപ്പോൾ ആരെ ആദ്യം കണ്ടതെന്നൊക്കെ മുറ്റത്ത് നിർത്തി തന്നെ ശ്യാമ ചോദിക്കുകയാണ്. അന്നേരം വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട്, നീ ഞങ്ങളെ ആദ്യം ഒന്ന് അകത്തേക്ക് കയറ്റെന്ന് പറയുമ്പോൾ ബാഗിന് താന്നൊക്കെ പറഞ്ഞ് ശ്യാമ വാങ്ങിക്കുകയാണ്. തുടർന്ന് വിഷ്ണുട്ടൻ എവിടെയും ചോദിക്കുമ്പോൾ വിഷ്ണു ഞങ്ങളെ കാറി കയറ്റി വിട്ടിട്ട് രോഹിത്തിനെയും കൊണ്ട് പോയെന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. തുടർന്ന് അവർ സന്തോഷത്തോടു കൂടി ഇങ്ങനെ അകത്തേക്ക് കയറുമ്പോഴാണ്, ശാരിക അകത്തേക്ക് കയറുമ്പോൾ അകത്തുനിന്ന് രാജീവ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം രാജീവ് പക്ഷേ ഒരു വിഷമഭാവത്തിലും, പക്ഷെ ശാരികയെ കണ്ട് ആകെ സന്തോഷത്തിലാണ്. പക്ഷെ ശാരികയാണെങ്കിലോ ആകെ ദേഷ്യത്തിലും. രാജീവ് സാർ എന്നും പറഞ്ഞ് ശാരദാമ്മയും നിൽക്കുന്നുണ്ട്, ഒരു വിഷമാവസ്ഥയിൽ ശ്യാമയും നിൽക്കുകയാണ്. അന്നേരം ശാരികയും രാജീവും ഇങ്ങനെ കണ്ണിൽ കുറേ നേരം നോക്കിയിരിക്കുന്നുണ്ട്. തുടർന്ന് ശാരിക ആലോചിക്കുന്നത് രാത്രി വഴക്കുണ്ടാക്കി പോയ സംഭവങ്ങളാണ്, നിനക്ക് അസുഖം വേറെയാണ്, ഇവള് പല ആണുങ്ങളെയും കൊണ്ട് നടന്നു എന്നൊക്കെ പറഞ്ഞ ആ സംഭവങ്ങളൊക്കെ ഓർത്തിട്ട് അവരെ അടിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയതൊക്കെ ഓർത്ത് ശാരിക നിൽക്കുകയാണ്. തുടർന്ന് ആ വിഷം കഴിച്ച കാര്യവും കണ്ണിൻ്റെ കാഴ്ച പോയതുമൊക്കെ ശാരിക ഓർക്കുന്നുണ്ട്. തുടർന്ന് ദേഷ്യത്തോടെ ശാരദാമ്മയോട് ചോദിക്കുകയാണ്, രാജി ചേച്ചിയോടല്ലേ ശ്യാമയ്ക്ക് കൂട്ടിരിക്കാൻ പറഞ്ഞതെന്ന്. അന്നേരം ചേച്ചി സുഖമായിട്ടെന്ന് വരും എന്ന് പറഞ്ഞ് അറിഞ്ഞപ്പോഴാണ് രാജീവ് സാർ ഇവിടെ നിന്നത്. രാജി ചേച്ചി പോയതിന് ശേഷമാണ് സാറ് വന്നതിന് ശേഷമാണ് രാജി ചേച്ചി പോയതെന്നൊക്കെ പറയുമ്പോൾ ശാരിക ചേച്ചിയെ കാണാൻ വേണ്ടി കാത്തിരുന്നാണെന്നൊക്കെ പറയുമ്പോൾ കാഴ്ച കാണാനായിട്ട് ഇത് കാഴ്ച ബംഗ്ലാവൊന്നും അല്ലല്ലോ എന്നും പറഞ്ഞ് ശാരിക ദേഷ്യപ്പെടുകയാണ്. അന്നേരം മോളെ എന്നും പറഞ്ഞിങ്ങനെ ശാരദാമ്മ ശാരികയുടെ കയ്യിൽ പിടിക്കുകയാണ്. അന്നേരം കൈ അങ്ങ് തട്ടി മാറ്റിയിട്ട് രാജുവിനെ ഒന്ന് നോക്കിയിട്ട് ദേഷ്യത്തോടു കൂടി ശാരിക അങ്ങ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം ആകെ അങ്ങ് വിഷമിച്ച് നിൽക്കുകയാണ് രാജീവ്. തുടർന്ന് ഞാൻ പോട്ടെ ശാരദാമ്മയെ, ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് രാജീവ് ഇങ്ങനെ അങ്ങ് ഇറങ്ങുമ്പോൾ സാറേ എന്ന് വിളിക്കുകയാണ് ശാരദാമ്മ. അന്നേരം രാജീവ് ഒരു നിമിഷം തിരിഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ രാജീവിൻ്റെ മുഖം നന്നായിട്ടൊരു വിഷമാവസ്ഥയിൽ തന്നെയാണ് രാജീവ് നിൽക്കുന്നത്. അന്നേരം മദ്യപിച്ചിട്ടൊന്നുമില്ല.
നല്ലതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. അന്നേരം രാജീവ് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുമ്പോൾ ശാരിക അകത്ത് കയറി പോയിട്ട് ജനലിൽ കൂടി ഇങ്ങനെ നോക്കുകയാണ്. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി ഒരുപക്ഷെ ശാരദാമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പാകാനും സാധ്യതയുണ്ട്. പിന്നെ ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ സുസ്മിതയുടെ അവസ്ഥ, നാളെ കോടതി മുറിയിൽ ഹാജരാക്കും, എല്ലാമാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക്